ആഹാ നിത്യ, നീ ഇന്ന് പതിവില് നേരത്തെയാണല്ലോ. അതെന്താ ചേച്ചി, എനിക്ക് നേരത്തെ വന്നൂടെ? ഞാനിന്ന് രാവിലെ എണീറ്റ് വീട്ടിലത്തെ സകല പണിയും കഴിഞ്ഞ് വേഗം ഇങ്ങ് ഇറങ്ങിപ്പോന്നു. ഇന്നും ചീത്ത കേൾക്കാൻ വയ്യ ചേച്ചി. ജോലി എങ്ങാനും പോയാൽ തീർന്നില്ലേ? ചേച്ചി, രജിസ്റ്റർ എവിടെ? രജിസ്റ്റർ സാർ എടുത്തിട്ട് പോയി. സാർ ഇന്ന് നേരത്തെ വന്നു. ദൈവമേ, ആ കാലമാടൻ ഇന്നും നേരത്തെ വന്നു ചേച്ചി. എന്നെക്കാളും മുന്നേ എന്തിനാ അങ്ങേര് ഇവിടെ കെട്ടിയെടുക്കുന്നത്? അങ്ങേർക്ക് ഒരു 9-10 ആയിട്ടെങ്കിൽ വന്നാ പോരെ. ഞാൻ എന്തായാലും വേഗം ചെന്ന് സൈൻ ചെയ്തിട്ട് വരാം. ഇന്നെന്തായാലും വഴക്ക് കേൾക്കില്ല, അതുറപ്പാ. നേരത്തെ വന്നല്ലോ. ശരി ചേച്ചി, ഞാൻ പോയിട്ട് വരാവേ. അങ്ങേർക്ക് 2 ദിവസം വീട്ടിൽ ഇരുന്നൂടെ? എല്ലാ ദിവസവും എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നത്? അയ്യോ എന്റെ ദൈവമേ, അനുവാദം ചോദിച്ചില്ല. ഇന്നിനിയിപ്പോ അതിനായിരിക്കും കിട്ടാൻ പോണത്. നിത്യ, ഒരു MD-യുടെ ഓഫീസിലോട്ട് കയറി വരുന്നതിന് മുന്നേ കീപ്പ് ചെയ്യേണ്ട മാനേഴ്സ് എന്താണെന്ന് താൻ ഇതുവരെ പഠിച്ചില്ലേ? ഇതാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ജോലിക്ക് വെച്ചാലുള്ള കുഴപ്പം. സോറി സാർ, അറിയാതെ പറ്റിപ്പോയതാ. ഞാനിനി ആവർത്തിക്കത്തില്ല. താൻ എന്തെങ്കിലും ഒരു ദിവസം സോറി പറയാതിരുന്നിട്ടുണ്ടോ നിത്യ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്ന് നേരം വെളുക്കുമ്പോഴേ ഒരുങ്ങി കെട്ടി അങ്ങ് ഇറങ്ങിക്കോളും. എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ അതിൻ്റെതായ മാന്യത പുലർത്തണം, അതെനിക്ക് നിർബന്ധ. സോറി സാർ, ഞാൻ എന്തോ ഒരു ഓർമ്മയില് അറിയാതെ. അങ്ങനെ പല ചിന്തകളുമേ ഈ ഓഫീസിൽ പറ്റില്ല. രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, വേഗം സൈൻ ചെയ്തിട്ട് പോയി ജോലി ചെയ്യാൻ നോക്ക്. നിത്യ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നിനക്ക് ഇന്നും വഴക്ക് കിട്ടിയോ? ഒന്നുമില്ല ചേച്ചി. നിനക്കറിയാലോ അങ്ങേരൊരു മുരടനാണ്. നീ അത് കാര്യമാക്കണ്ട. നിത്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണോ നീ ഇങ്ങനെ? ചേച്ചിക്കറിയോ, ചെറിയമ്മ ഒരു കല്യാണാലോചന കൊണ്ടുവന്നു. പയ്യൻ ആരാണെന്ന് അറിയോ ചേച്ചിക്ക്? ചെറിയമ്മയുടെ മക്കളുടെ കൂടെ കള്ളും കഞ്ചാവും വലിച്ചു കിടക്കുന്ന ഒരുത്തൻ, അതും ജോലിയും കൂലിയില്ലാത്തൊരു തെമ്മാടി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഇല്ല ചേച്ചി, ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല. ഇനി സമ്മതിക്കേയില്ല. എനിക്ക് വയ്യ എന്റെ ജീവിതം നശിപ്പിക്കാൻ. ഒരിക്കലും നീ ഇതിനെ സമ്മതിക്കരുത് മോളെ. ചേച്ചി അനുഭവം കൊണ്ട് പറയുക. ചേച്ചിയുടെ ജീവിതം തന്നെ കണ്ടില്ലേ. നീ ഒരിക്കലും ഇങ്ങനൊരാളെ വിവാഹം കഴിക്കരുത്. ചേച്ചിക്കറിയോ, എത്രയൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും ഇത്ര സഹിച്ച് ആ വീട്ടിലും ഈ ഓഫീസിലും വർക്ക് ചെയ്യുന്നത് എൻ്റെ അച്ഛനെ ഓർത്ത് മാത്രമാണ്. എല്ലാത്തിനും ഒരു പരിധി ഇല്ലേ ചേച്ചി? എത്ര നാളാ ഞാൻ ചെറിയമ്മേനെ എതിർത്ത് ആ വീട്ടിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ. ഇങ്ങനെ പോയാ ചെറിയമ്മ ഉറപ്പായിട്ടും ആ രാജേഷുമായിട്ടുള്ള എൻ്റെ കല്യാണം നടത്തും. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും. ആ മോള് വന്നോ? ഇതായിരിക്കൂലേ പെങ്കൊച്ച്? ആ അതെ മോളെ. മോള് ചെന്ന് ഇവർക്ക് കുറച്ച് ചായ എടുത്തിട്ട് വാ. മോളുടെ പേരെന്താ? നിത്യ. അച്ഛാ, ചെറിയമ്മയില്ലേ? ആ, അവള് പുറത്തു പോയതാ മോളെ. അവള് വരുന്നതിന് മുന്നേ വേഗം ചെന്ന് ചായ ഇട്ടിട്ട് വാ. ചായ കൊടുക്കും മോളെ. അല്ല, ഞാനില്ലാത്തപ്പം ആരാ എന്റെ വീട്ടില്? സുധേ, ഇത് നമ്മുടെ മോളെ കാണാൻ വന്നതാ. പയ്യന്റെ വീട്ടുകാരാ. പയ്യനങ്ങ് ഗൾഫിലാ. അത് കൊള്ളാലോ. ഞാനൊന്ന് പുറത്തു പോയി വരുമ്പോഴേക്കും സൽക്കരിച്ചങ്ങ് പറഞ്ഞു വിടാന്ന് കരുതിയില്ലേ അച്ഛനും മോളും. ദേ, നിങ്ങളോടാ പറഞ്ഞത് ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇവളുടെ കല്യാണം ഉറപ്പിച്ചതാ. എന്റെ പൊന്നു സുധേ, നീ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് അകത്ത് കയറി പോകുന്നുണ്ടോ? നിങ്ങളാണ് കൊള്ളാലോ മനുഷ്യ. ഞാനില്ലാത്ത നേരത്ത് പെണ്ണുകാണൽ സൽക്കാരം നടത്തിയേക്കുന്നു. കറക്റ്റ് സമയത്ത് ഞാനിവിടെ എത്തിയതുകൊണ്ട് ഇതൊക്കെ കൈയോടെ അങ്ങ് പിടികൂടാൻ പറ്റി. ദേ, നിങ്ങൾ ഇറങ്ങിപ്പോണോ അതോ ഞാൻ ചൂലെടുക്കണോ? നമ്മൾ ഇറങ്ങട്ടെ ബാലൻ നായര്. ഈ വക സാധനങ്ങള് വീട്ടിലുണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. ഓ, ഒരുത്തി അണിഞ്ഞൊരുങ്ങി നിക്കണ കണ്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാണ് നീ ചായ ആയിട്ട് വന്നത്? തേലിക്കും പഞ്ചസാരക്കേ ഇപ്പൊ വില എത്രയാ നിനക്കറിയാവോ? ചെറിയമ്മേ, ഞാനും കൂടെ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസക്കാ ഈ വീട്ടിലെ സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പം ഒരു ചായ ഉണ്ടാക്കാൻ എനിക്ക് ചെറിയമ്മയുടെ അനുവാദമൊന്നും വേണ്ട. അധിക പ്രസംഗി, നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. നാളെ തന്നെ രാജേഷുമായിട്ടുള്ള നിന്റെ കല്യാണ തീയതി ഞാൻ കുറിക്കാൻ പോകുന്നുണ്ട്. നിന്നെ ഇവിടുന്ന് കെട്ടിച്ചാൽ തന്നെ നിന്റെ തന്തയുടെ നെകളിപ്പ് കുറച്ചങ്ങ് കുറയും. ചെറിയമ്മ എന്തൊക്കെ ചെയ്താലും ശരി, അങ്ങനെ ഒരുത്തനെ കല്യാണം കഴിക്കാൻ എന്നെ കിട്ടത്തില്ല, പറഞ്ഞേക്കാം. നിന്നെയൊക്കെ എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. ദേ മനുഷ്യ, ഇനി ഇതേപോലെ വല്ല വയ്യാവേലി ഒപ്പിച്ചാ നിങ്ങളെ ഞാൻ ശരിയാക്കും. ഈ സുധ ഇവിടെ ഉള്ളപ്പം വേറെ ഒരുത്തൻ ഇവളുടെ കരുതി താലി കെട്ടില്ല, നോക്കിക്കോ. ബി, നിനക്ക് സാലറി കിട്ടിയില്ലേ? ആ, സാലറി കിട്ടി. ഞാൻ ചെറിയമ്മയുടെ അക്കൗണ്ടിലോട്ട് ഗൂഗിൾ പേ ചെയ്തായിരുന്നല്ലോ. നീ ഗൂഗിൾ പേ ചെയ്ത് അവിടെ നിൽക്കട്ടെ.
അതിലൊരു 2000 രൂപയുടെ കുറവുണ്ടല്ലോ. അത് ചെറിയമ്മേ, എനിക്ക് കുറച്ച് രൂപയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ 2000 കുറച്ചിട്ടാ ചെറിയമ്മയ്ക്ക് ഈ മാസം ഇട്ട് തന്നത്. നിനക്ക് എന്തോന്നാണ് ഇത്ര ആവശ്യം? നിന്റെ മുഖത്ത് തേക്കാനുള്ള മേക്കപ്പ് സാധനം വല്ലതും വാങ്ങാനായിരിക്കും. നീ ജോലിക്കാണോ അതോ വേറെ വല്ലതിനാണോ ഇവിടുത്തെ പോണത്? ദേ ചെറിയമ്മേ, അനാവശ്യം പറയല്ലേ. ഓ, ഞാനിപ്പോ പറയുന്നതിനാ കുഴപ്പം. ചെറിയമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആ 2000 രൂപയല്ലേ, ഞാൻ ഇട്ട് തന്നേക്കാം. അതെ, മനുമോന് കുറച്ച് താമസിക്കും. രാത്രി വാതിൽ തുറന്ന് കൊടുത്തേക്കണം, ഞാൻ കിടക്കാൻ പോവാ. ചെറിയമ്മേ, എല്ലാ ദിവസവും മനു താമസിച്ചാ വരണത്. ചില ദിവസങ്ങളിലൊക്കെ 1 മണിയാവും. എനിക്കിങ്ങനെ രാത്രി ഉറക്കം വിളിച്ചിരുന്ന നാളെ വെളുപ്പിന് എണീക്കേണ്ടതല്ലേ. വെളുപ്പിന് എണീറ്റ് ഇവിടുത്തെ പണിയും തീർത്ത് എന്നിട്ട് വേണം എനിക്ക് ജോലിക്ക് പോവാൻ. എന്റെ ഉറക്കമൊന്നും ശരിയാവത്തില്ല. പിന്നെ തലവേദന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചെറിയമ്മയ്ക്കൊന്ന് തുറന്നു കൊടുത്താൽ എന്താ കുഴപ്പം? അപ്പോ എന്റെ ഉറക്കം പോകുന്നതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? നീയേ അതി കുറച്ചുറങ്ങിയാ മതി. അവൾക്കിപ്പൊ എന്റെ മക്കളെ പിടിക്കണില്ല പോലും. നീ മര്യാദയ്ക്ക് വാതിൽ തുറന്നു കൊടുത്തോണം, കേട്ടല്ലോ. അച്ഛൻ ഈ ചൂട് ചായ കുടിച്ചേ. അച്ഛൻ എന്താ എന്റെ മുഖത്ത് നോക്കാത്തെ? പാവം അച്ഛൻ എന്റെ കാര്യം ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നുണ്ടാവും. മോൾക്ക് ഈ അച്ഛനോട് ദേഷ്യമുണ്ടോ? എനിക്കെന്തിനാ അച്ഛാ അച്ഛനോട് ദേഷ്യം? എന്നാലും എന്റെ മോളെ കാണാൻ വന്നവരെ ആട്ടി ഓടിച്ചില്ല ദുഷ്ട. എന്റെ അച്ഛാ, ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. എനിക്കതുകൊണ്ട് വലിയ സങ്കടമൊന്നുമില്ല. എന്താ അച്ഛനും മോളും തമ്മിലൊരു ആലോചന? ഇനിയും ആരെങ്കിലും കൊണ്ടുവരാനാണോ? സുധേ, നീ എന്റെ മോളെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ഒന്നുമല്ലേലും നിന്റെ ചേച്ചിയുടെ കൂടെ മോളല്ലേടി ഇവള്. സ്വന്തം മോളല്ലെങ്കിലും എന്റെ കുഞ്ഞിനെ ഒരു മനുഷ്യനായെങ്കിലും പരിഗണിച്ചുകൂടെ നിനക്ക്? ഇന്നലെ ചെയ്ത വേണ്ടാതിനെ ഇനി ആവർത്തിച്ച ഉള്ള സ്നേഹം കൂടി ഇല്ലാതാവും. അതോർത്ത 2 പേർക്കും നല്ലത്. അതിന് ഇന്നേ വരെ ഇവരെന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? അച്ഛൻ ചെറിയമ്മയെ കല്യാണം ചെയ്യുന്നതിന് മുന്നേ വരെ ഇവർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. പിന്നെ പതിയെ പതിയെ അതെല്ലാം നഷ്ടമായി. പാവം എൻ്റെ അച്ഛൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഇവർ കൈക്കലാക്കി. എൻ്റെ അച്ഛൻ ഇവരെ ഒരുപാട് വിശ്വസിച്ചു പോയി. അതാണ് എൻ്റെ അച്ഛൻ ചെയ്ത ഏക തെറ്റ്. ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടാനേ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ മനുഷ്യ? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മൊത്തം നീയും നിന്റെ മക്കളും കൂടി തട്ടിയെടുത്തില്ലേ? കണക്കായിപ്പോയി. അല്ലേലേ എനിക്കും എൻ്റെ മക്കൾക്കും കൂടി അനുഭവിക്കാനുള്ള സ്വത്തേ ദേ ഈ നിൽക്കുന്നവള് തട്ടിയെടുത്തേനെ. മര്യാദയുടെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയുക, ആ രാജേഷ് ഇവളെ കെട്ടാൻ തയ്യാറായി നിൽക്കുക. അവൻ ഇവളെ പൊന്നുപോലെ നോക്കിക്കോളും. പോരാത്തതിന് അവന് സ്ത്രീധനവും കൊടുക്കണ്ട. തന്തേമോളും കൂടെ ഒന്ന് ആലോചിക്ക്. മോൾക്ക് തരാനായി ഈ അച്ഛൻ ഒന്നും കരുതി വെച്ചിട്ടില്ല. ഈ അച്ഛൻ കാരണമല്ല. അയ്യോ അച്ഛൻ ഇങ്ങനെ കരയാതെ. അച്ഛൻ എന്തിനിങ്ങനെ വിഷമിക്കുന്നേ? എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛാ. എല്ലാത്തിനും ഒരു വഴി കണ്ടെത്താം. അച്ഛൻ ഇങ്ങനെ വിഷമിക്കാതെ. ഇതിലും വലുത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെന്താ, ചെറിയമ്മയോട് പോവാൻ പറ. നമുക്ക് എന്തായാലും ഈശ്വരൻ ഒരു വഴി തുറന്നു തരുവച്ചാ. അച്ഛൻ വിഷമിക്കാതെ. അത് ശരി, അച്ഛനിതുവരെ എണീറ്റില്ലേ? അച്ഛാ, ഇതെന്തൊരു ഉറക്കം ഇത്? നേരെ എന്തോരുമായി? എണീറ്റേ. പാവം അച്ഛൻ ഇന്നലെ ഉണ്ടായ വിഷമത്തില് തളർന്നു കിടന്ന് ഉറങ്ങുമായിരിക്കും. അച്ഛാ, എണീക്കച്ചാ, സമയം ഒരുപാടായി. വാ, വന്ന് ചായ കുടിച്ചേ. അച്ഛാ, 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 അച്ഛാ.